നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കൊല്ലം സെന്ററിന് പുതിയ ഭാരവാഹികൾ. കൊയിലോൺ ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന യോഗത്തിൽ ഉപദേശക സമിതി ചെയർമാൻ സലീം നാരായണൻ സ്വാഗതം പറഞ്ഞു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചും ആൽഫയുടെ ലക്ഷ്യം, പ്രവർത്തന രീതികൾ എന്നിവയെക്കുറിച്ചും അവതരണം നടത്തി. സെന്ററിന്റെ പ്രവർത്തനങ്ങൾ, കൊല്ലത്തുണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് സേവനം ലഭിച്ചവർ വിവരിച്ചു. നിലവിൽ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് സജാദ് ഖാൻ, നഴ്സ് ഇൻചാർജ് ആശ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ലിസമ്മ പഞ്ഞിക്കാരൻ പ്രസിഡന്റ്, അജോയ് ജോസ് സെക്രട്ടറി, ഡോക്ടർ അനിരുദ്ധൻ ട്രഷറർ, ശ്രീദേവി യോഹന്നാൻ വൈസ് പ്രസിഡന്റുമാർ, സുമ പ്രദീപ്, ശ്യാമസുന്ദരലാൽ ജോയിന്റ് സെക്രട്ടറിമാർ, ഷാജഹാൻ ഇല്ലം സെൻട്രൽ കൗൺസിൽ മെമ്പർ എന്നിവരെ തെരഞ്ഞെടുത്തു. അഡ്വൈസറി ബോർഡ് ചെയർമാനായി സലീം നാരായണൻ തുടരും. കൂടുതൽ അംഗങ്ങളെ ചേർത്ത് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളായി തേവള്ളി പ്രദീപ്, ജെയിംസ്, ജയകുമാർ, പ്രദീപ് എന്നിവരെ തെരഞ്ഞെടുത്തു. SAPC സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫാബിൻ ബേബി, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അക്ഷയ് ബാബു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആൽഫ മൂവാറ്റുപുഴ സെന്റർ വോളണ്ടിയർ പരിശീലന പരിപാടി നടത്തി. ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു ക്ലാസ് എടുത്തു. വാർഡ് കൗൺസിലർമാരായ ദീപ്തി വിപിൻ, മനു റോയ്, ആൽഫ മൂവാറ്റുപുഴ സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ എന്നിവർ സംസാരിച്ചു. ആൽഫ മൂവാറ്റുപുഴ സെന്ററിൽ നടന്ന പരിപാടിയിൽ ഭാരവാഹികളായ നീന ജോബ്, ബീന വിനയൻ, ജൈനമ്മ LC, ഫിസിയോതെറാപ്പിസ്റ്റ് ഭീമ മുബാറക്, സിനി മണികണ്ഠൻ, ആശാ ദീപു എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.